ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു LED ട്യൂബ്, അതായത് കേട് വന്നിട്ടുള്ള ഒരു LED ട്യൂബിനെ നമുക്കൊരു എമർജൻസി ലൈറ്റായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു പുതിയ യൂട്യൂബർ അതുപോലെ ഒരു ഫോട്ടോ കണ്ടൻറ്റ് എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. കാരണം ഇത് പോർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു ലൈറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പഴയൊരു LED ട്യൂബ് ഇതിനകത്ത് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് നമുക്കൊരു ബാറ്ററി, അതായത് 12 വോൾട്ടിൻ്റെ ബാറ്ററി. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതുപോലെ 3 ബാറ്ററി ഒരുമിച്ച് വെച്ചിട്ട് 12 വോൾട്ട് ആക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ബാറ്ററി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പഴയൊരു ലാപ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പഴയ ലാപ്പിൻ്റെ ബാറ്ററിയോ കേടുവന്ന ബാറ്ററി ആയാലും അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ചിലത് നല്ലതുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നോക്കിയെടുത്താൽ നമുക്കൊന്നുകൂടെ ചിലവ് കുറയ്ക്കാൻ പറ്റും. നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ബാറ്ററിയിൽ നമ്മൾ 3 കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പം ഈ 12 വോൾട്ട് കിട്ടാൻ വേണ്ടി നമുക്കൊരു 3 ബാറ്ററി നമുക്ക് അതിൽ സീരീസ് ആയിട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലത്തെ കണക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് 12 വോൾട്ടായിരിക്കും നമുക്കുണ്ടാവുക. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ട്യൂബിൻ്റെ അകത്തു നിന്ന് LED സെപ്പറേറ്റ് ആക്കി എടുക്കണം. LEDൻ്റെ സ്ട്രിപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നമുക്കിപ്പം ഒരു 12 വോൾട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ 12 വോൾട്ടിൽ ഇതിൽ എത്ര LED വർക്കാവും എന്നുള്ളത് നോക്കണം. അതായത് ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഒരു 4 LED ഇടവിട്ടാണ്. 4 LED വരുന്ന സമയത്ത് നമുക്കിവിടെ 12 വോൾട്ട് കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അതായത് 5ാമത്തെ LED വർക്ക് ചെയ്യുന്ന സമയത്ത് 5 നമുക്ക് വർക്കാവില്ല. കാരണം ഒരു LEDക്ക് കുറഞ്ഞത് 3 വോൾട്ട് നമുക്കിവിടെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 12 വോൾട്ടിൽ 5ാമത്തെ LED വർക്കാവാത്തത്. അപ്പോൾ ഇടവിട്ട് നമുക്ക് അതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 44 LED ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് 44 LED ആണ്. അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 110 LED ആയിട്ടാണ് ടോട്ടൽ വരുന്നത്. അപ്പം ഇതിൻ്റെ പകുതി ആയിട്ട് നമുക്കിവിടെ ഒരു 44 നമുക്കിവിടെ കട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഈ 44 ഇടയിലായിട്ട് 4 ഇടവിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്യുന്ന ശേഷം അതിൻ്റെ ഫ്രെയിമും കൂടെ നമുക്കത് ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഈ നിലവിലുള്ള LED സ്ട്രിപ്പിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് സീരീസ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 1 മുതൽ ലാസ്റ്റ് വരെ എപ്പോഴും സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് മുതൽ അങ്ങോട്ടൊരു കണക്ഷൻ സീരീസ് ആയിട്ടാണ് പോകുന്നത്. അപ്പം ഈ സീരീസ് ആയിട്ടുള്ളൊരു കണക്ഷന് നമുക്ക് സെൻട്രലിലുള്ള ആ ലെയർ കട്ട് ചെയ്തുകൊണ്ട് സീരീസ് കണക്ഷൻ ഒഴിവാക്കിയിട്ട് പാരലലായിട്ട് മാറ്റണം. അതായത് ഒരു 4 ബൾബ്, അതായത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പാരലൽ കണക്ഷൻ ആക്കിയിട്ട് ഈ ഒരു LED സ്ട്രിപ്പിനെ നമുക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ 4 സ്ട്രിപ്പ്, അതായത് 4 LED കഴിഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. അവിടുത്തെ സെൻറ്ററത്തെ ഒരു ലെയർ നമ്മളവിടെ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലുള്ള ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ലെയറിനൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആക്കി മാറ്റണം. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം ഞാനിതിൽ ചെയ്ത സമയത്ത് ഫസ്റ്റ് ചെയ്തപ്പം ഇതിൻ്റെ മുകളിലുള്ള 2 സ്ട്രിപ്പും ഇതിൽ നിന്ന് കട്ടായിപ്പോയി. അപ്പം അങ്ങനെ സ്ട്രിപ്പ് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം 2 സൈഡിലുള്ളതും കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സെൻറ്ററിലുള്ളത് മാത്രം കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രിപ്പ്, അതായത് ഫേസും ന്യൂട്രലും കൂടെ വരുന്നുണ്ട് ചിലതിൽ ന്യൂട്രൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്താക്കാം, ന്യൂട്രൽ മാത്രം കട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു സ്ട്രിപ്പിനെ പാരലായിട്ട് കണക്ട് ചെയ്യാനുള്ള ലാസ്റ്റത്തെ LEDയെ നേരെ എടുത്തിട്ട് ഈ ഒരു ന്യൂട്രലിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഇപ്പം കാണുന്നത് പോലെ ചെയ്താൽ മതി. അപ്പം അതുപോലെ തന്നെ മറ്റേ ലെയർ, അതായത് അടുത്ത് വരുന്ന പാരലലിൻ്റെ
ഫസ്റ്റ് ഭാഗം നമുക്ക് എടുത്തിട്ട് ഫേസിലേക്കും കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാലും മനസ്സിലാവും. അതായത് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം, അതായത് രണ്ട് സൈഡിൽ രണ്ട് ലെയർ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം, ഫേസ് ചെയ്താൽ ന്യൂട്രൽ ഏതാണെന്നുള്ളത് നോക്കിയതിന് ശേഷം ആ ന്യൂട്രലിലേക്ക് ഈ ഒരു ഭാഗം, അതായത് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ന്യൂട്രൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ന്യൂട്രലിനെ എടുത്തിട്ട് ന്യൂട്രലിലേക്കും കൊടുക്കുക. അതുപോലെ ആ സീരീസ് വരുന്നതിൻ്റെ തൊട്ടടുത്ത LED, അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ 4 LED ആണ് നമ്മൾ കണക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള LED-ൻ്റെ ഫേസാണ് വരിക. അപ്പോൾ ആ ഫേസ് എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫേസ് ഭാഗത്തേക്കും കണക്ഷൻ കൊടുക്കുക. അപ്പം അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫേസ് ന്യൂട്രലും ഓക്കെ ആവും. അപ്പം ഇതേപോലെ ഇതിൻ്റെ നമ്മളിപ്പോഴത്തെ സ്ട്രിപ്പിൽ ഒരു സൈഡിൽ മാത്രം, ഒരു ഭാഗത്തേക്ക് രണ്ട് സൈഡിലും ലെയർ ഇല്ലായിരുന്നു, ഒരു ഭാഗത്തേക്ക് മാത്രമായിരുന്നു രണ്ട് സൈഡിലേക്ക് ലെയർ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മളിപ്പോൾ ഈ ഒരു റെഡ് വയർ കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ കാണാത്ത രീതിയിൽ വേറെ എന്തെങ്കിലും വയറോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജോയിൻ ചെയ്ത് വെക്കുന്നതിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. പിന്നെ അതുപോലെ ചില LED ബൾബിൻ്റെ അകത്ത് ഇതേപോലെ ആവശ്യം വരുന്നില്ല, കാരണം രണ്ട് സൈഡിലും സ്ട്രിപ്പ് വരുന്നുണ്ട്. അപ്പം അത് ഇതേപോലെ വയർ എക്സ്ട്രാ കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ നമ്മളെ ജോയിൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സ്ട്രിപ്പിൻ്റെ ലാസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണാൻ പറ്റും. അതേപോലെ ഫേസ് ന്യൂട്രലും കൂടെ ഒരു ചെറിയ വയറിലേക്ക് കൂടെ കണക്ഷൻ കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇത് സെറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ വയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രെയിമിൻ്റെ അകത്ത് ഇത് വെക്കാൻ പറ്റില്ല, കാരണം നോർമലി ഇത് വരുന്ന LED വരുന്നത് ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചാല് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു എക്സ്ട്രാ വയറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറിപ്പോകില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പാത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് നമ്മളിപ്പം ഇവിടെ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതേപോലെയും ചെയ്യാം, അതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. ഞാൻ പിന്നെ ആ ഫ്രെയിം കട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. കട്ട് ചെയ്താൽ ചിലപ്പം നമുക്ക് റെഡിയായി കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഫ്രെയിമിൻ്റെ മുകളിൽ തന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അടുത്ത നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് എടുക്കണം. അതായത് ഈ ഒരു ബാറ്ററി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാത്ത രീതിയിൽ ഉള്ളിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യണം. അപ്പം ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കണ്ടിരുന്നത് ഫുൾ ഇൻസ്റ്റലേഷൻ ചുറ്റിയിട്ടുണ്ടായിരുന്നൊരു ബാറ്ററി ആയിരുന്നു. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആ ഒരു സമയത്ത് അത് വർക്കാവാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ഇൻസ്റ്റലേഷൻ ഫുൾ അയക്കേണ്ടി വന്നു. കാരണം ആ ഒരു കണക്ഷൻ റെഡി ആവുന്നില്ലായിരുന്നു, പൊട്ടിപ്പോയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു നല്ല മാർഗ്ഗമല്ലാന്ന് തോന്നിയത് കൊണ്ട് ഫുള്ള് ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ഇത് ഇൻസ്റ്റലേഷൻ ഇല്ലാതെ പിന്നെ ഗമ്മ് ചെയ്യാനാണ് ഇപ്പം പുതിയ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ ഐഡിക്ക് ഗ്ലൂ ഗണ്ണ് ചെയ്തിട്ട് ഇങ്ങനെ അതിൽ ഫ്രെയിമിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ ശേഷം നമുക്ക് അവിടെ ചെയ്യാനുള്ളത് ഒരു സ്വിച്ചും പിന്നെ അതുപോലെ പവറിൻ്റെ കണക്ഷൻ, അതായത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവറിൻ്റെ കണക്ഷനും കൂടെ വേണ്ടിയിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം 12 വോൾട്ടിൻ്റെ ചാർജർ ഉള്ളവർക്കാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു 12 വോൾട്ടിൻ്റെ ചാർജറും കൂടെ വാങ്ങിയാൽ മതി. നമ്മൾ ഇതിൽ ചാർജർ പോർട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് സ്വിച്ചും കൂടെ വെക്കണം. സ്വിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ കണക്ഷൻസ് മൊത്തം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്വിച്ചിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഒരു ഫയലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം വേണ്ട ആളുകൾക്ക് അത് നോക്കിയെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ പകുതി ഇനിയുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഒരു ലൈറ്റും കൂടെ ഈ ഒരു സ്ട്രിപ്പിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മളെ വന്നുപോയ ട്യൂബിൽ നിന്ന് നമുക്കൊരു ഇതേപോലത്തെ രണ്ട് എമർജൻസി ലൈറ്റ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇപ്പം എമർജൻസി ലൈറ്റ് അല്ല എങ്കിൽ പോലും നമുക്കതൊരു 12 വോൾട്ടിൻ്റെ ചാർജർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ആ ട്യൂബിനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.